ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വികസനം ദ്രുതഗതിയിലാകാൻ കാർഷിക പരിഷ്കാരങ്ങൾ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM ധൻധാന്യ യോജനയ്ക്കും പയറുവർഗ സ്വാശ്രയ ദൌത്യത്തിനും തുടക്കം കുറിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ത്യയിലെ നിയുക്ത അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന പങ്കാളിത്തം ചർച്ച ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് കുറയ്ക്കാൻ 76 സ്റ്റേഷനുകളിൽ യാത്രീ സുവിധാ കേന്ദ്രങ്ങൾ സജ്ജമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്തും ലക്ഷദ്വീപിലും ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ന്യൂഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 378 റൺസിന് പിന്നിൽ. വാർത്തകൾ വിശദമായി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സമത്വം, നീതി, ഗോത്രവർഗ്ഗങ്ങളുടെ അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗുജറാത്തിലെ ജുനാഗഡ് ജില്ലയിലെ സിദ്ദി ഗോത്ര വിഭാഗത്തിലെ അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തിന്റെ വികസനം ദ്രുതഗതിയിലാകാൻ കാർഷിക വ്യവസ്ഥയിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്തെ കാർഷിക മേഖലയിൽ സമൂല മാറ്റങ്ങൾ കൊണ്ടുവരാനായതായും പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രധാന പദ്ധതികളായ PM ധൻധാന്യ യോജനയ്ക്കും പയറുവർഗ സ്വാശ്രയ ദൌത്യത്തിനും അദ്ദേഹം ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. പുതിയ പദ്ധതികൾ രാജ്യത്തെ കർഷകരുടെ ഭാവി മാറ്റിമറിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. धन धान्य कृषि योजना और दूसरी दलहन आत्मनिर्भरता मिशन, ये 2 योजनाएं भारत के करोड़ों किसानों का भाग्य बदलने का काम करेगी. इन योजनाओं पर भारत सरकार करीब 35,000 करोड़ रुपए से ज्यादा खर्च करने वाली. साथियों, खेती और किसानी हमेशा से हमारी विकास यात्रा का एक प्रमुख हिस्सा रही. बहुत जरूरी होता है कि बदलते समय के साथ खेती किसानी को सरकार का सहयोग मिलता रहे. കാർഷിക അനുബന്ധ മേഖലകളിലായി 42,000 കോടി രൂപയിലധികം വരുന്ന വിവിധ പദ്ധതികളാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ക്വാൽകോം CEO ക്രിസ്റ്റിയാനോ R. എയ്മണുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധി, നൂതനാവിഷ്കാരം, നൈപുണ്യം എന്നിവയിൽ ഇന്ത്യയുടെ പുരോഗതി ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മംഗോളിയൻ പ്രസിഡന്റ് ഖുറേൽ സുഖ് ഉഖ്ന 4 ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ച ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മംഗോളിയൻ പ്രസിഡന്റ് ഉഭയകക്ഷി ചർച്ച നടത്തും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ത്യയിലെ നിയുക്ത അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ആഗോള പ്രാധാന്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. അമേരിക്കൻ സ്ഥാനപതിക്ക് ആശംസകൾ നേർന്നതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് രാജ്യമെമ്പാടും നാളെ പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നടത്തും. കേരളത്തിൽ ഇടുക്കി ഒഴികെയുള്ള 13 ജില്ലകളിലാണ് യജ്ഞം. സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകി യജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. വിശദാംശങ്ങളിലേക്ക്. കേരളത്തിലെ സ്കൂളുകൾ, അംഗൻവാടികൾ, വായനശാലകൾ, സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കും. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, ബോട്ട് ജെട്ടികൾ എന്നിവിടങ്ങളിലെ ട്രാൻസിറ്റ് ബൂത്തുകൾ രാത്രി 8 മണി വരെയും പ്രവർത്തിക്കും. 21 ലക്ഷത്തിലേറെ കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മൊബൈൽ ബൂത്തുകൾ ഈ മാസം 13, 14 തീയതികളിലും പ്രവർത്തിക്കും. നാളെ ബൂത്തുകളിൽ തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയുടെ വികസന യാത്രയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് ബിൽഡത്തോൺ 2025 മറ്റന്നാൾ തുടക്കമാകും. 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി മറ്റന്നാൾ രാജ്യവ്യാപകമായി എല്ലാ സ്കൂളുകളിലും തത്സമയ ബിൽഡത്തോൺ നടക്കും. സ്കൂളുകൾക്ക് ഈ മാസം 14 മുതൽ 31 വരെ എൻട്രികൾ സമർപ്പിക്കാം. വിജയികളെ ഡിസംബറിൽ പ്രഖ്യാപിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് മത്സരങ്ങളുടെ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. മൈ ഭാരത് പോർട്ടൽ വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. 18നും 25നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ബീഹാറിലെ സാരൺ ജില്ലയിൽ ലോക്നായക് ജയപ്രകാശ് നാരായണന്റെ ഗ്രാമമായ സിതാബ്ദിയറ സന്ദർശിച്ചു. സമ്പൂർണ്ണ ക്രാന്തി പ്രസ്ഥാനത്തിന്റെ നേതാവായ ജയപ്രകാശ് നാരായണന്റെ 123ാം ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കൊച്ചി വാട്ടർ മെട്രോയുടെ പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ 2 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. മട്ടാഞ്ചേരി, വെല്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകളാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച യാത്രീ സുവിധാ കേന്ദ്രം പരിശോധിച്ചു. സുഗമമായ യാത്രയ്ക്കും സ്റ്റേഷന് ചുറ്റുമുള്ള തിരക്ക് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. ആഘോഷവേളകളിലെ തിരക്ക് കണക്കിലെടുത്ത് മറ്റ് 76 സ്റ്റേഷനുകളിൽ കൂടി ഈ സംവിധാനം നിർമ്മിക്കുമെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. यहाँ पर बहुत अच्छी टॉयलेट्स की व्यवस्था है. करीब 150 से अधिक मेल टॉयलेट्स, 150 से अधिक फीमेल टॉयलेट्स, प्योरीफाइड पानी, वो सब की व्यवस्था की गई. अच्छे फैंस की व्यवस्था की गई. बड़ा एरिया एक हो गया है जिससे कि आके आराम से यहाँ पे वेट कर सके. अंदर के जितने टिकटिंग के काउंटर्स हैं उन काउंटर्स को यहाँ पे शिफ्ट कर दिया गया है और बहुत सारी ऑटोमेटिक टिकटिंग वेंडिंग मशीन्स भी लगाई गई है. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജോലിക്കായി പോയ പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് മടങ്ങുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും തൊഴിൽ ബിസിനസ് സാധ്യതകളുടെയും വ്യക്തമായ സൂചനയാണെന്ന് മന്ത്രി പി രാജീവ്. F9 ഇൻഫോടെക് സംഘടിപ്പിച്ച കേരള സൈബർ സുരക്ഷാ ഉച്ചകോടി 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള തീരത്തും ലക്ഷദ്വീപിലും ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജ്യത്ത് നിലവിൽ വന്ന പുതുതലമുറ GST പരിഷ്കാരങ്ങൾ പശ്ചിമ ബംഗാളിലുടനീളമുള്ള കരകൌശല തൊഴിലാളികൾക്കും കർഷകർക്കും വ്യവസായങ്ങൾക്കും ആശ്വാസമാകുന്നു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പ്രധാന പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കും കരകൌശല വസ്തുക്കൾക്കും നികുതി 12-ൽ നിന്ന് 5% കുറച്ചത്. നൂറുകണക്കിന് കരകൌശല തൊഴിലാളികളുടെയും ഉൽപ്പന്ന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗ്രാമീണ കുടുംബങ്ങളുടെയും ചെലവ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനവും സ്ഥിരതയും തുടരുകയാണെന്ന് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശക്തികാന്ത ദാസ്. ശക്തമായ ആഭ്യന്തര ആവശ്യകത, കരുതലോടെയുള്ള ബൃഹത്തായ സാമ്പത്തിക നയങ്ങൾ എന്നിവയിലൂടെ ആഗോള GDP വളർച്ചയുടെ 1/5 സംഭാവന ചെയ്യാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP കോർ കമ്മിറ്റി യോഗം പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ വസതിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. ആദ്യ ഇന്നിംഗ്സ് 5 വിക്കറ്റിന് 518 റൺസ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. യശസ്വി ജയ്സ്വാളും ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും സെഞ്ചുറി നേടി. 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 4 വിക്കറ്റിന് 140 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്ക് നിലവിൽ 378 റൺസ് ലീഡുണ്ട്. മലേഷ്യയിൽ നടക്കുന്ന ജോഹോർ കപ്പ് ജൂനിയർ പുരുഷ ഹോക്കിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ബ്രിട്ടനെ 3-2 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. വെനസ്വേലയ്ക്കെതിരായ സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് ലോക ചാമ്പ്യന്മാരുടെ ജയം. 31ാം മിനിറ്റിൽ ജിയോവാനി ലോസെൽസോയാണ് അർജന്റീനയ്ക്കായി ഗോൾ നേടിയത്. ന്യൂഡൽഹിയിൽ നടന്ന 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. ദിവ്യാംഗർക്ക് പാരാ അത്ലറ്റുകൾ നൽകുന്ന പ്രചോദനം പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണ കവർച്ചാ വിഷയത്തിൽ ജനകീയ പ്രതിഷേധം നേരിടാൻ പിണറായി സർക്കാരിന് ആർജവമില്ലെന്ന് BJP നേതാവ് V മുരളീധരൻ. പ്രതികളെ പിടികൂടണമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് മേഖലാ ജാഥകൾ ഈ മാസം 14-ന് തുടങ്ങുമെന്ന് KPCC അറിയിച്ചു. പശ്ചിമബംഗാളിലെ ദുർഗാപൂരിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒഡീഷയിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയാണ് ബലാത്സംഗത്തിനിരയായത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വികസനം ദ്രുതഗതിയിലാകാൻ കാർഷിക പരിഷ്കാരങ്ങൾ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM ധൻധാന്യ യോജനയ്ക്കും പയറുവർഗ സ്വാശ്രയ ദൌത്യത്തിനും തുടക്കം കുറിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ത്യയിലെ നിയുക്ത അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന പങ്കാളിത്തം ചർച്ച ചെയ്തു.
രാജ്യവ്യാപക പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് കുറയ്ക്കാൻ 76 സ്റ്റേഷനുകളിൽ യാത്രീ സുവിധാ കേന്ദ്രങ്ങൾ സജ്ജമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്തും ലക്ഷദ്വീപിലും ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ന്യൂഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 378 റൺസിന് പിന്നിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.